യുഡിഎഫിന് കനത്ത തിരിച്ചടി. ലോക്സഭ കടക്കാതെ വനിതാ സംവരണ ഭേദഗതി ബിൽ. രാജ്യത്ത് മണ്ഡല പുനർനിർണയം നടത്തി ലോക്സഭാ സീറ്റുകൾ വർദ്ധിപ്പിച്ച് വനിതാ സംവരണം നടത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഗൂഢനീക്കത്തിന് ലോക്സഭയിൽ തിരിച്ചടി. ഇതിനായുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിലെ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടു. ബിൽ പാസാക്കാത്തതിനാൽ രാജ്യസഭയിലേക്ക് പോകില്ല. ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടുന്നതിനാൽ ബില്ലുകൾ പാസാക്കാൻ ലോക്സഭയിൽ 3/2 ഭൂരിപക്ഷം ആവശ്യമായിരുന്നു. 528 പേരാണ് വോട്ട് ചെയ്തത്. എന്നാൽ 298 പേർ മാത്രമാണ് അനുകൂലിച്ചത്. 230 പേർ എതിർത്തു. ബിൽ പാസാകാൻ 352 പേർ അനുകൂലിക്കണമായിരുന്നു. 2/3 ഭൂരിപക്ഷത്തിന് 54 വോട്ടുകളുടെ കുറവാണ് ഉണ്ടായത്. വാൽപ്പാറ അപകടത്തിന്റെ ഞെട്ടലിൽ കേരളം. തമിഴ്നാട് പൊള്ളാച്ചി വാൽപ്പാറയിൽ ടെമ്പോ ട്രാവലർ നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിന്റെ ഞെട്ടലിൽ കേരളം. മലപ്പുറം പാങ്ങുപാറമൽ GLP സ്കൂളിലെ അധ്യാപകർ സഞ്ചരിച്ച വാഹനമാണ് ചുരത്തിലെ ഹെയർപിൻ വളവിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. 7 സ്ത്രീകളും 2 കുട്ടികളുമാണ് അപകടത്തിൽ മരിച്ചത്. അതീവ ദുഃഖകരമായ സംഭവമാണെന്നും അപകട വിവരം അറിഞ്ഞ ഉടനെ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. വേണ്ട സഹായങ്ങൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉറപ്പു നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കണം, ഉത്തരവിട്ട ഹൈക്കോടതി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാൻ അലഹബാദ് ഹൈക്കോടതി ഉത്തരവിട്ടു. ഇരട്ട പൗരത്വ വിവാദത്തിലാണ് അലഹബാദ് ഹൈക്കോടതിയിലെ ലക്നൌ ബെഞ്ച് കേസെടുക്കാൻ ഉത്തരവിട്ടത്. UP സർക്കാർ നേരിട്ടോ അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയോ വിഷയം അന്വേഷിക്കണമെന്നും ലക്നൌ ബെഞ്ചിന്റെ ഉത്തരവിൽ നിർദ്ദേശമുണ്ട്. രാഹുലിന് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്നാണ് ആരോപണം. റായ്ബറേലിയിൽ നിന്നുള്ള കോൺഗ്രസ് MPയാണ് രാഹുൽ ഗാന്ധി. വിഷയത്തിൽ റായ്ബറേലിയിലെ കോട്ട്വാലി പോലീസിനോടാണ് കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. FIR രജിസ്റ്റർ ചെയ്യാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ തളിപ്പറമ്പ് തിമിരി ബോംബേർ കേസിൽ നിർണായക വിധി. BJP RSS പ്രവർത്തകരെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കേസിൽ CPIM ആലക്കോട് മുൻ ഏരിയ സെക്രട്ടറി PV ബാബുരാജ് ഉൾപ്പെടെ 10 പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് തളിപ്പറമ്പ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി. കുറ്റക്കാർക്കുള്ള ശിക്ഷാവിധി കോടതി നാളെ പ്രഖ്യാപിക്കും. 2011 നവംബർ 27-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രദേശത്ത് RSS ശാഖ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ബോംബേറിലും സംഘർഷത്തിലും കലാശിച്ചത്. നോയിഡയിലെ തൊഴിലാളി സമരം. MA ബേബിയും സംഘത്തെയും തടഞ്ഞ UP പോലീസ്. നോയിഡയിലെ തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയ CPIM സംഘത്തെ ഉത്തർപ്രദേശ് പോലീസ് തടഞ്ഞു. നോയിഡ ഗൗതം ബുദ്ധ നഗർ ജില്ലാ മജിസ്ട്രേറ്റിനെ കാണാനുള്ള യാത്രയിൽ ഡൽഹി ഉത്തർപ്രദേശ് അതിർത്തിയിൽ വെച്ചാണ് പോലീസ് സംഘത്തെ തടഞ്ഞത്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി, രാജ്യസഭാ MPമാരായ V ശിവദാസൻ, A റഹീം എന്നിവർ ഉൾപ്പെടെയാണ് സംഘത്തിലുള്ളത്. വയനാട് ടൗൺഷിപ്പ് നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയ വീടുകളിൽ വിള്ളൽ. വയനാട് ടൗൺഷിപ്പിൽ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന വീടുകളിൽ വിള്ളൽ. ആദ്യഘട്ടത്തിൽ കൈമാറുന്ന 178 വീടുകളിൽ 2 വീടുകൾക്കാണ് വിള്ളൽ. ഈ മാസവും ടൗൺഷിപ്പ് താമസയോഗ്യമാകില്ല എന്നാണ് വിവരം. ടൗൺഷിപ്പിൽ നിർമ്മാണം വൈകുന്നതിൽ ആശങ്കയുണ്ടെന്നും ദുരന്തബാധിതർ പറഞ്ഞു. കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് രാജിവെച്ചു. രാജിക്കത്ത് KPCCക്ക് കൈമാറി. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണ രംഗത്ത് പാർട്ടി പരിഗണിച്ചില്ല എന്നാരോപിച്ചാണ് രാജി. എലത്തൂർ സീറ്റിൽ നിജേഷ് അരവിന്ദിനെ പരിഗണിച്ചിരുന്നെങ്കിലും അന്തിമ പട്ടിക വന്നപ്പോൾ പേരുണ്ടായിരുന്നില്ല. ഇതിൽ അമർഷമുണ്ടായിരുന്നു. ബാലുശ്ശേരിയിലായിരുന്നു നിജേഷിന്റെ പ്രചാരണ മേഖല. എന്നാൽ അവിടെയും കാര്യമായ ഉത്തരവാദിത്തങ്ങളൊന്നും പാർട്ടി നിജേഷിനെ ഏൽപ്പിച്ചിരുന്നില്ല. അവസാന വട്ടം വരെ സജീവമായി നിന്നെങ്കിലും ഒരു ഉത്തരവാദിത്വവും നൽകാത്തതിൽ നിജേഷ് അതൃപ്തിയിലായിരുന്നുവെന്നാണ് വിവരം. പടക്കം പൊട്ടിച്ചു. KK രമയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന് പരിക്ക്. RMPI പ്രവർത്തകനും KK രമ MLAയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗവുമായ R റിജുവിന് വിഷു ആഘോഷത്തിനിടെ പടക്കം പൊട്ടിക്കുമ്പോൾ പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ വിവാദം. ബോംബ് നിർമ്മാണത്തിനിടെ റിജുവിനെ കൈപ്പത്തി അറ്റുവെന്നൊരു വിഭാഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തിയ പ്രചരണമാണ് വിവാദത്തിന് വഴിയൊരുക്കിയത്. ഇതോടെ ഫേസ്ബുക്ക് ലൈവിൽ വന്ന റിജു തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചു. ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ ഉണ്ണികൃഷ്ണൻ പോറ്റി. ബംഗളൂരു ശ്രീരാംപുരം അയ്യപ്പ ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാനും ഭാരവാഹികൾക്കുമെതിരെ കോടതിയെ സമീപിച്ച ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി സമർപ്പിച്ചത്. ട്രസ്റ്റ് ഭാരവാഹികൾ മുൻവൈരാഗ്യം തീർക്കാൻ താൻ സാമ്പത്തിക ക്രമക്കേട് നടത്തിയ തരത്തിൽ അപകീർത്തികരവും അവാസ്തവവുമായ കാര്യങ്ങൾ പറഞ്ഞുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഹർജി. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പിനെതിരെ കേസെടുത്ത് പോലീസ്. ഇൻസ്റ്റാപേ എന്ന ആപ്പിനെതിരെയാണ് കേസെടുത്തത്. നിതിൻ രാജിനെ ഭയപ്പെടുത്തി പണം തിരിച്ചടയ്ക്കാൻ പ്രേരിപ്പിച്ചുവെന്നാണ് FIR. മാനസികമായി പീഡിപ്പിച്ചു എന്നും FIR-ലുണ്ട്. ചക്കരക്കൽ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. ഫോൺ ആപ്പിൽ നിന്ന്
അധ്യാപികയായ ലതയ്ക്ക് ഫോൺ കോളുകൾ വന്നിരുന്നു. തുടർന്ന് നിതിൻ രാജിനെ പ്രിൻസിപ്പൽ ചേംബറിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെയാണ് നിതിൻ ആത്മഹത്യ ചെയ്തത്.